എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണിത്. ഇതിൽ ഈ രണ്ട് ഷെയർ, ഒന്ന് കെമ്പൗണ്ട് എന്ന് പറയുന്ന ഷെയർ, ജെനസിസ്, ഈ രണ്ട് ഷെയർ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു ഷെയർ ആവറേജ് വന്നില്ല. ജെനസിസ് എന്ന് പറയുന്ന ഷെയർ ആവറേജിന് മുകളിൽ പോയി അതിനുശേഷം തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. ബാക്കി ഷെയറിനകത്ത് ഏകദേശം ഒരു 10-12 ഷെയറോളം നമുക്ക് നമ്മൾ പറയുന്ന രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഷെയറുകൾ ഞാൻ കാണിക്കാം. ആദ്യം നമുക്ക് ഈ ജെനസിസ് നോക്കാം. 464.53 ആണ് അതിൻ്റെ ആവറേജ്. ജെനസിസ് അത് ഓപ്പണിങ്ങിൽ 473 സംതിങ് പോയി. നമ്മളവിടെ കണ്ട് എടുക്കത്തില്ല. നമ്മളൊന്നുകിൽ ഈ ഒരു ലെവലിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ എടുക്കും, അതല്ലെങ്കിൽ ആവറേജിന് താഴെ ഉണ്ടെങ്കിൽ എടുക്കും. ഇപ്പോൾ 464 താഴെ വരുമ്പോൾ നമ്മളിവിടെ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം 446 സംതിങ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 16-17 രൂപ പ്രോഫിറ്റ് അവിടെ തരുമായിരുന്നു ആ ഷെയർ. ഇനി അതിന് ശേഷം നമുക്ക് നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ BEML എന്ന് പറയുന്ന ഷെയർ മാർക്കറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡൗണിൽ പോയിരുന്നു. അപ്പോൾ നമുക്ക് ചാൻസ് കുറവായിരിക്കും കിട്ടുന്നത്. പക്ഷേങ്കിൽ എന്നിട്ട് പോലും നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ ജസ്റ്റ് താഴെ ഓപ്പണായി നേരെ കയറി R2 വരെ പോയി. ഒറ്റ ക്യാൻഡിൽ 2 ലെവലാണ് കട്ട് ചെയ്തു. അതിനുശേഷം അതിറങ്ങി നമ്മൾ ഈ ഒരു റേഞ്ചിൽ 3270-75 റേഞ്ചിൽ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ നോക്കിയേ, ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ 100 രൂപ, 120-130 ആ റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടിയേനെ. ഒരു ഷെയറിൽ തന്നെ നല്ല പ്രോഫിറ്റ്. അതിനുശേഷം ഒലക്ട്ര എന്ന് പറയുന്ന ഷെയർ ഒലക്ട്ര ഓപ്പണിങ്ങിൽ ഇത് കണ്ടില്ലേ, ഇവിടെ നോക്കട്ടെ, ഓപ്പണിങ്ങിൽ താഴെ ഓപ്പണായി ഹൈയിൽ ഇപ്പോൾ R1 മുകളിൽ പോയി. അതിനുശേഷം ഈ R2 മുകളിൽ പോകുന്നില്ല. അതിനുശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് കട്ടാകുന്നുണ്ട്. പക്ഷേ നമ്മളൊരു പെട്ടെന്നൊരു ഇതായിട്ട് നമ്മളിവിടെ എൻട്രി എടുക്കാൻ ചാൻസ് തീരെ കുറവാണ്. നമ്മൾ വീണ്ടും അത് ഈ റേഞ്ചിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ 1576 ആ റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് 1483, 1485, 90 റേഞ്ചൊക്കെ ചാൻസ് ഏകദേശം 80-90 രൂപ പ്രോഫിറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ക്രെഡിറ്റ് ACC എന്ന് പറയുന്നത് ക്രെഡിറ്റ് ACC ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം താഴെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്ത് ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടും. നമ്മൾ ഈ ഒരു റേഞ്ച് 1740 റേഞ്ച് എൻട്രി എടുത്താൽ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ 20 രൂപ പ്രോഫിറ്റ്. അതിനുശേഷം 40 രൂപയ്ക്ക് അടുത്ത് താഴുന്നുണ്ട്. അതിനുശേഷം 45-50 രൂപ റേഞ്ച് പ്രോഫിറ്റ് കിട്ടുന്നത്. പിന്നെ ലാസ്റ്റ് ടൈം വലിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എൻട്രി എടുക്കാൻ ചാൻസേ ഇല്ല. എന്ന് പറഞ്ഞാൽ 3 മണി കഴിഞ്ഞ് 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള മൂവ്മെൻറ്റാണത്. അതിനുശേഷം HSCL എന്ന് പറയുന്ന ഷെയർ, HSCL ഓപ്പണിങ്ങിൽ തന്നെ ഹൈ അടിച്ചു. അതിനുശേഷം ഇറങ്ങുന്നത് ഇവിടെ എൻട്രി എടുത്താൽ നമ്മൾ 397 എടുത്താൽ 389 ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഈ റേഞ്ചിൽ എവിടെയെങ്കിലും. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിക്കുന്നുണ്ട്. ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടേ, ഒന്നുകിൽ അടുത്ത ലെവലിലോട്ട് പോകുന്നുണ്ടോ നോക്കണം, അതല്ലെങ്കിൽ വീണ്ടും ലെവൽ കട്ട് ചെയ്യണം. നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. ഇവിടെ ഒരു എൻട്രി എടുത്താൽ 397 റേഞ്ച് ഒരു എൻട്രി എടുത്താൽ വീണ്ടും നമുക്ക് 10-20 മിനിറ്റ് കൊണ്ട് 380, 16-17 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ലെവലിലെ ട്രേഡിങ് കഴിഞ്ഞ് അതിനുശേഷം ഈ ലെവലിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഈ ലെവലിൽ എടുത്താൽ ഈ ഹൈ ഇട്ടാൽ മതി.
ഈ ഒരു ഹൈയുടെ മുകളിലോട്ട് ചാൻസ് എടുക്കുന്നവർക്ക് കിട്ടായിരുന്നെങ്കിൽ നല്ലൊരു 372, ഈ 394 റേഞ്ച്, 393, 94 റേഞ്ച് ചെയ്യുന്ന ഈ റേഞ്ച് വരെ 373, 20 രൂപയ്ക്ക് അടുത്ത പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം TRF അതിൻ്റെ ഇവിടെ ഹൈയിൽ പോയി തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു 78 റേഞ്ച് എൻട്രി എടുത്താൽ ഇവിടെ 2 രൂപയെ പ്രോഫിറ്റ് കാണിക്കുന്നുള്ളൂ. പക്ഷേങ്കിൽ നമ്മളിത് ബുക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. നമ്മളത് ഇവിടെ സ്റ്റോപ്പ് ലോസ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. നമ്മൾ 279 റേഞ്ച്, 78, 80 ആ റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ പോകും. 281, 75 പോകും. പോയാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ചാൻസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇതിന് മുകളിൽ കയറി തിരിച്ചിറങ്ങി ഈ ഒരു ജസ്റ്റ് ഒരു കട്ടിങ് അതെടുക്കേണ്ടത്. ഇതിന് ശേഷം ഇവിടെ കയറുന്നുണ്ട്. നമ്മളിവിടെ ഒന്നും എൻട്രി എടുക്കില്ല, നമ്മൾ ഈ റേഞ്ചിൽ എൻട്രി എടുക്കും. കാരണം ഇത് ഹൈ അടിക്കാതെ ഇതിന് അടുത്ത ലെവലിൽ പോകാതെ തിരിച്ചിറങ്ങി ഇവിടെ എൻട്രി എടുത്താൽ 285 റേഞ്ച് എൻട്രി എടുത്താൽ ഏകദേശം 276, 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം സ്വാൻ എനർജി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി താഴോട്ട് വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്തെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുത്താൽ 565 റേഞ്ചിൽ എൻട്രി എടുത്താൽ 553, 12 രൂപ. അതിനുശേഷം വീണ്ടും വൺ സൈഡ് മുകളിലോട്ട് കയറിപ്പോയി കറക്റ്റ് R1 അടിച്ച് ഇറങ്ങി. R1 ജസ്റ്റ് മുകളിൽ പോയി ഇവിടെ ഉണ്ട് ഒരു 573, 74 റേഞ്ചിൽ എൻട്രി എടുത്തായിരുന്നെങ്കിൽ അതിനുശേഷം നോക്കിയേ 40, ഏകദേശം 34 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. ഞാൻ ഈ കറക്റ്റ് എൻട്രി ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു 3 രൂപയ്ക്ക് അടുത്ത് ഞാൻ കട്ട് ചെയ്തു. വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 500 ഷെയർ 30 രൂപ, 15,000 രൂപ കിട്ടും. പക്ഷെ നമുക്ക് ആ സമയത്ത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ പല ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം അടുത്ത ഷെയർ നോക്കാം, ജ്യോതി ലാബ്. ഇത് കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി CPR ഇത് ചെയ്യുമ്പോൾ കാണാം. കണ്ടില്ലേ, ഇവിടം വരെ വന്ന് CPR കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. 21, 520 റേഞ്ച് എടുത്താൽ ഏകദേശം 502, 17, 18 രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇനിയും കുറേ ഷെയറുകളുണ്ട്. ആൽമണ്ട്സ് എന്ന് പറയുന്ന ഷെയർ, മിർസ, GPIL, അംനി പ്ലാസ്റ്റിക്, ADSL, പിന്നീട് ഫിൻപൈപ്പ്, ഇതെല്ലാം നമുക്ക് ചാൻസ് വന്ന ഷെയറുകളാണ്. എല്ലാം കൂടെ കാണിച്ചാൽ ഒത്തിരി സമയം പോകും. നമുക്കിനി അടുത്ത ദിവസത്തെ ഷെയർ നോക്കാം. അടുത്ത ദിവസത്തെ നമ്മൾ 19 ഷെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 4 ഷെയർ ആവറേജിന് മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങി ആവറേജിന് താഴെ പോകണമെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം ഈ ഒരു റേഞ്ചിൽ. അതിലെനിക്ക് നല്ല ചാൻസ് തോന്നുന്നത് ഈ BML ആണ്. BML ഇത് കണ്ടില്ലേ, ആവറേജ് ഏകദേശം 3200. അതിൻ്റെ BC ഇതാണ്. BC എന്ന് പറയുമ്പോൾ നോക്കുക, BC, TC, ഈ CPI ലെവൽ നോക്കി ഇതിൽ ഏറ്റവും ഹൈ ഏതാണോ അതാണ് TC ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടെ BCയുടെ ഇവിടെയാണ് ഹൈ കിടക്കുന്നത്. അപ്പോൾ ഇത് TC ആയിട്ട് നമ്മൾ എടുത്തിട്ട് ഈ റേഞ്ചിന് മുകളിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം ട്രേഡായിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ് ഈ BML. അതിനുശേഷം ഈ സുലാവൈൻസ് എന്ന് പറയുന്നത് ഈ ബ്രോക്കറേജ് ഫേം അതിനെ ബൈങ് റെക്കമെൻഡേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് 20% കയറി അത് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്ന് നിൽക്കുകയാണ്. നാളെ ചിലപ്പം നല്ലൊരു മൂവ്മെൻറ്റ് വന്നതിന് ശേഷമായിരിക്കാം അത് ചിലപ്പം കുറച്ച് ഇറങ്ങിത്തരുന്നത്. അപ്പോൾ അതിനകത്ത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതിനുശേഷം നമുക്ക് FIEM ഇൻഡസ്ട്രീസ്, ഇതിനകത്ത് വോളിയം കുറവായിരിക്കും ഓപ്പണിങ്ങിലൊക്കെ. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഇതിൽ ട്രേഡ് എടുക്കാവും. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ 2351 കണ്ടില്ലേ ആവറേജ് ട്രേഡ് പ്രൈസ്, ഇതിൻ്റെയും സെയിം TC, BCയുടെ ഇവിടെയാണ് ഹൈ കിടക്കുന്നത്. അത് നമ്മൾ TC ആയിട്ട് എടുക്കണം. 2352 ഈ 2 റേഞ്ചിന് മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ബാക്കിയുള്ള ഷെയറുകളെല്ലാം നമ്മൾ നോർമൽ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട് ടൈം കോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എസ്കോർട്ട് എന്ന് പറയുന്ന ഷെയർ.
എസ്കോട്ട് ഷോർട്ട് ടൈമിൽ മൂവ്മെൻറ്റിന് ചാൻസ് ഉള്ള ഷെയറാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിയേ, ഇന്ന് മാർക്കറ്റ് 200 പോയിൻ്റ് ഇട്ടവരാണ് നമ്മുടെ എസ്കോട്ട് എന്ന റേഞ്ച് പോയി. അത് ഓപ്പണിങ് ഈ റേഞ്ചിൽ നമ്മൾ കൊടുത്ത 2804 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. അതിനുശേഷം ഓപ്പണിങ് ഇവിടെ വന്നതിന് ശേഷം അതിന് ലോ ഇവിടം വരെ 2804 കറക്റ്റ് വന്നു. അതിനുശേഷം തിരിച്ച് കയറിപ്പോയി ഏകദേശം 60-65 രൂപയ്ക്കടുത്ത് ഹൈയിൽ പോയി. ലാസ്റ്റ് ചെറിയൊരു സെല്ലിങ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് വീണ്ടും തിരിച്ച് കയറിപ്പോകാനാണ് ചാൻസ് കൂടുതൽ. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് 3000-ന് മുകളിൽ പ്രാവശ്യം ട്രേഡ് ആവും. അപ്പം ഞാൻ ഇടയ്ക്ക് ഷോർട്ട് ടൈം കോൾ അങ്ങനെ കൊടുക്കാറില്ല നമുക്ക് അത് വാച്ച് ചെയ്ത് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഒരു മാസത്തിൽ ചിലപ്പം 2-3 കോൾ അല്ലെ ചില സമയത്ത് വിളിച്ചാൽ കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ കിട്ടി ഞാനത് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് ചാൻസ് എടുക്കാൻ ശ്രമിക്കുക. റിസ്ക് തീരെ കുറവായിരിക്കും. ഓൾറെഡി നല്ല ഡൗൺ ട്രെൻഡിലായ ഷെയറിനകത്തായിരിക്കും നമ്മൾ ചാൻസ് എടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ റിസ്ക് അനുസരിച്ച് എടുക്കുക. പക്ഷേങ്കിൽ നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുക. നമ്മളൊന്നും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങളത് ആൾക്കാരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുകയോ എടുക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാര്യങ്ങൾ. നാളെ നല്ല പ്രോഫിറ്റബിൾ ഡേ എല്ലാവർക്കും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.